എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: രവിസന്നിധി മാത്രേണ സൂര്യകാന്ത പ്രകാശേത്, ഗുരുസന്നിധി മാത്രേണ ശിഷ്യജ്ഞാനം പ്രകാശേത്. രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥം. ആ സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ സൂര്യകാന്ത കല്ല് പ്രകാശിക്കുന്നു. അതുപോലെയാണ് ഒരു ഗുരുവിൻ്റെ സമീപത്തിരുന്നാൽ തന്നെ ശിഷ്യൻ്റെ എല്ലാ സംശയങ്ങളും തീരും എന്നാണ് ഇവിടെ ഈ ഒരു സുഭാഷിതം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പണ്ടൊക്കെ ഗുരുശിഷ്യ സമ്പ്രദായം ഇത്തരത്തിലായിരുന്നു. കുറേ ദിവസങ്ങളോളം ആ ഗുരുനാഥൻ്റെ മുന്നിലിരുന്ന് അദ്ദേഹം ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ നോക്കിയറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെയുള്ളതായ ഒരു ഗുരുശിഷ്യ സമ്പ്രദായം ആയിരുന്നില്ല പണ്ട് എന്നർത്ഥം. ഗുരുനാഥൻ്റെ അടുത്തിരുന്ന് ഉപദേശങ്ങളൊക്കെ വാങ്ങുന്ന സന്ദർഭത്തിൽ പല സംശയങ്ങളും ഇല്ലാതാകും. ഗുരുനാഥൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും. അത് ഇപ്പോഴും ചിലപ്പോൾ നമുക്കൊക്കെ അനുഭവിക്കുന്നതാണ്. ഒരു ഗുരുനാഥൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ഒരു അറിവിൻ്റെ അടുത്തെത്തിയ പോലെ തന്നെ ഉണ്ടാവും. അപ്പം വിദ്യ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഉള്ളിലുള്ളവരെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് കഠോപനിഷത്ത് പറയണം. നമ്മളൊക്കെ ഉള്ളിൽ ഈ അറിവുണ്ട്, പക്ഷെ അത് പ്രകാശിപ്പിക്കണമെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഗുരുനാഥനെ നമ്മൾ കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദത്തെ അനുഭവിക്കുകയൊക്കെ ചെയ്യും എന്ന് ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ പറയണം. ഒരു ശിഷ്യൻ്റെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതന്നെയാണ് ആ ഗുരുനാഥൻ. അജ്ഞാനതി വിരാന്ധസ്സ ജ്ഞാന അഞ്ജന ശലാകയ ചക്ഷുരുന്മീതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ശിഷ്യൻ്റെ ഉള്ളിലുള്ളതായ ആ അറിവിനെ തന്നെ ഒന്നുകൂടെ പ്രകാശിപ്പിക്കുകയാണ് ഗുരുനാഥൻ ചെയ്യുന്നത്. സ്വതവേ ഉള്ളതിനൊന്ന് പ്രകാശിപ്പിക്കുന്നതേ ഉള്ളൂ. ഓരോ മനുഷ്യൻ്റെ ബുദ്ധിയിലും ഇതൊക്കെ ഉണ്ട്. അത് നമ്മളൊന്ന് പ്രകാശിപ്പിക്കാനായിട്ട് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോകുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സമൂഹത്തിൽ നമ്മളും അറിയപ്പെടുന്നവരായി മാറുന്നു എന്നതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രവിസന്നിധി മാത്രേണ സൂര്യകാന്ത പ്രകാശേത്, ഗുരുസന്നിധി മാത്രേണ ശിഷ്യജ്ഞാനം പ്രകാശേത്. നന്ദി, നമസ്കാരം.